ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ആഴ്ച ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഓൾ ടൈം ഹൈ അതുപോലെ മൾട്ടി ഇയർ ഹൈ ബ്രേക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് മാർക്സൻസ് ഫാർമയാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ട്രെൻഡ് ലൈനാണ് ഇവിടെ ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു ട്രെൻഡ് ലൈൻ ഇവിടെ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ ആയിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് കാണാം. ഈ ഒരു ക്ലോസ് ലെവൽ നമുക്ക് എൻട്രി പോയിൻ്റ് ആയിട്ട് കാണാവുന്നതാണ്. ഇനി ഇതിൻ്റെ ടാർഗറ്റായിട്ട് നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് വന്നിരിക്കുന്ന ഈ ഒരു സ്വിംഗ് ലോ നമുക്ക് ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. ആ ഒരു സ്വിംഗ് ലോ മുതൽ ഈ ഒരു ബ്രേക്കൗട്ട് ലെവൽ വരെ നമുക്ക് മെഷർ ചെയ്യാം. അതിനുശേഷം ആ ഒരു ബ്രേക്കൗട്ട് പോയിൻ്റ് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ലെവലാണ് ടാർഗറ്റായിട്ട് എടുക്കുന്നത്. 596 ലെവലൊക്കെ ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് AD മനം ഫിനാൻസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇത് ഓൾ ടൈം ഹൈ ആണ് ഇവിടെ ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ക്ലോസ് ലെവൽ മുതൽ ഈ ഒരു ബ്രേക്കൗട്ട് ലെവൽ വരെയൊക്കെ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിംഗ് ലോ മുതൽ ഈ ഒരു ബ്രേക്കൗട്ട് ലെവൽ വരെ നമുക്ക് മെഷർ ചെയ്യാം. അതിനുശേഷം ഈ ഒരു ബ്രേക്കൗട്ട് പോയിന്റിൽ തന്നെ വെച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു ലെവലാണ് ഇതിൻ്റെ ടാർഗറ്റായിട്ട് കാണേണ്ടത്. 239 ലെവലൊക്കെ ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. ഇനി അടുത്ത് സ്റ്റെർലിംഗ് ടൂൾസ് ആണ്. അപ്പോൾ അതും ഒരു മൾട്ടി ഇയർ ഹൈ അതുപോലെ ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് നടന്നിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറാണ്. അപ്പോൾ ഇതും നമുക്ക് ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ബ്രേക്കൗട്ട് ലെവലിലേക്കൊക്കെ താഴേക്ക് വരുമ്പോൾ ബൈ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ആ ബ്രേക്കൗട്ട് ചെയ്ത ക്യാൻഡലിൻ്റെ ലോക്ക് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാം. ഇനി ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിംഗ് ലോ മുതലുള്ള ബ്രേക്കൗട്ട് ലെവൽ വരെ നമുക്ക് നോക്കാം. ഈ ഒരു ലെവലൊക്കെ നമുക്ക് ടാർഗറ്റ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ 475 മുതൽ നമുക്കിവിടെ ബൈ ലെവലാണ്. അപ്പോൾ ആ ലെവലൊക്കെ വരാണെങ്കിൽ ബൈ എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് 1906 ടാർഗറ്റ് കാണാവുന്നതാണ് ലോങ് ടൈമിലേക്ക്. അല്ല, ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 355 ആണ്. 55 താഴെ സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. ഇനി അടുത്ത് അർണോൾഡ് ഹോൾഡിങ്സ് ആണ്. അപ്പോൾ അതും ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ബ്രേക്കൗട്ട് ചെയ്തേക്കാണ്. നമ്മൾ അടുത്ത ആഴ്ചകളിൽ ഒന്ന് വാച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പുതിയൊരു അപ്സൈഡ് എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ബ്രേക്കൗട്ട് ചെയ്ത ക്യാൻഡലിൻ്റെ ലോയ്ക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. അതുപോലെ തന്നെ ടാർഗറ്റായിട്ട് ഈ ഒരു സിംഗിൾ ലോയ മുതൽ ഈ ഒരു ബ്രേക്കൗട്ട് ലെവൽ വരെ മെഷർ ചെയ്യാം. ആ ലെവൽ തന്നെ മുകളിലേക്ക് നോക്കാം. അപ്പോൾ 199 ലെവലൊക്കെ ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ക്രസ്റ്റ് വെഞ്ചേഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതും നമുക്കിവിടെ കാണാൻ സാധിക്കും മൾട്ടി ഇയർ ഹൈ അതുപോലെ ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്സ് നല്ലൊരു വോളിയത്തിൽ തന്നെയാണ് ഇവിടെ ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് മുതൽ നമുക്ക് ബൈ ആക്റ്റീവ് ആണ്. ഈ ഒരു ക്യാൻഡലിൻ്റെ ലോയ്ക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് റീസെൻ്റ് വന്നിരിക്കുന്ന സിംഗിൾ ലോ മുതൽ ഒരു ബ്രേക്കൗട്ട് ലെവൽ വരെ മെഷർ ചെയ്യാം. അത് തന്നെ നമുക്ക് മുകളിലേക്കും നോക്കാം. അപ്പോൾ 1723 ലെവലൊക്കെ നമുക്ക് ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്സ് BSE ആണ്. അപ്പോൾ BSE ഒരു പാരൽ ചാനലിലൂടെ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡലിൻ്റെ താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. അതേപോലെ തന്നെ ഈ ഒരു ലോ മുതൽ ഈ ഒരു ബ്രേക്കൗട്ട് നടന്ന ലെവൽ വരെ നമുക്ക് ടാർഗറ്റ് കാണാവുന്നതാണ്. ഈ ഒരു ലെവലൊക്കെ ലോങ് ടൈമിലേക്കൊക്കെ ടാർഗറ്റ് കാണാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് പാനസോണിക് കാർബൺ ഇന്ത്യ കോ ലിമിറ്റഡ് ആണ്. അപ്പോൾ അതും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ബ്രേക്കൗട്ടാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കുണ്ടെങ്കിൽ ക്ലോസിംഗ് മുതൽ ബൈ ആക്റ്റീവ് ആണ്. അപ്പോൾ ഇതിന് ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിലെ ലോയ്ക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇനി റീസെൻറ്റ് വന്നിരിക്കുന്ന സിംഗ് ലോ മുതൽ ആ ഒരു ബ്രേക്കൗട്ട് ലെവൽ വരെ നമുക്ക് ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടാർഗറ്റായിട്ട് കാണുന്നത്.
1450 ലെവലൊക്കെ ടാർഗറ്റ് കാണാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്സ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറും ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ക്ലോസിംഗ് ലെവലൊക്കെ ബൈ ആണ്. ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബ്രേക്കൗട്ട് ക്യാനലിൽ ലോയ്ക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ്. പിന്നെ റീസെൻറ്റ് വന്നിരിക്കുന്ന സിംഗ് ലോ ഇതാണ്. അപ്പോൾ ആ ലെവലിൽ നിന്ന് മെഷർ ചെയ്യാം. അത് തന്നെ നമുക്ക് ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഇത്തരം സ്റ്റോക്സുകളാണ് നമ്മൾ ഈ ആഴ്ച സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സുകൾ ഫണ്ടമെൻ്റലിയും സ്ട്രോങ് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു സ്റ്റോക്സും കൂടി ഉണ്ട്. അപ്പോൾ അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ല, എന്നിരുന്നാലും അത് മൾട്ടി ഇയർ ഹൈ ബ്രേക്കൗട്ട് ആണ്. അതായത് 2003 ഹൈ ആണ് ഇപ്പോൾ ബ്രേക്കൗട്ട് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മൾട്ടി ഇയർ ഹൈ ബ്രേക്കൗട്ട് ചെയ്യുന്ന സ്റ്റോക്സുകൾ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് 2003 ഹൈ ബ്രേക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്സ് കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീജൻസി സെറാമിക്കും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റോക്സിൽ ബൈ എടുക്കുന്നതിന് മുന്നേ നമ്മുടേതായ ഒരു ടെക്നിക്കലും ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ബൈ എടുക്കാൻ ശ്രമിക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.